അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്നിക്കണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കറി വെക്കണം, അതുപോലെ തന്നെ അതൊന്ന് വരട്ടിയെടുക്കും വേണം കേട്ടോ. അപ്പോൾ വരി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ബീഫ് നോക്കിയിട്ടിട്ട് നമ്മൾ വാങ്ങല്, അതിലിങ്ങനെ കുറേ പാടിയും നെയ്യും എല്ലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ബീഫ് കൊടുന്ന ആദ്യം വേണ്ട ചെറിയ ഉള്ളിയാണല്ലേ. ആ ചെറിയ ഉള്ളിയൊക്കെ തൊലിക്കാന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണല്ലേ. എന്നെ സംബന്ധിച്ചിട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഉള്ളി തൊലിക്കാൻ. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ തൊലിച്ചെടുക്കാൻ കുറച്ച് പാടാണല്ലോ. എന്തായാലും വേണ്ടില്ല, അതില്ല ഞാൻ പിന്നെ ബീഫ് രസം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും കൂടുതൽ അതിക്ക് മെയിനായിട്ടും വേണ്ടത് ഈ കൊച്ചുള്ളി തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെ തൊലിച്ചെടുത്ത് അപ്പോഴേക്ക് നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് അതിക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്തു. ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉലുവപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് പീസാണ് കേട്ടോ. പിന്നെ അവരെന്നെ കട്ട് ചെയ്ത് തന്നിരുന്നു, പക്ഷെ അവർ കട്ട് ചെയ്തപ്പോൾ ഇത് വലിയ പീസാണ്. പിന്നെ നമ്മളൊന്ന് ആ പീസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് വേവാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറവ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് ബീഫ് വരട്ടാൻ. അപ്പോൾ ഇതാ ഞാൻ ബീഫ് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് വരട്ടാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. ആദ്യം ഒന്ന് ബീഫ് വേവിച്ചെടുത്തു, പിന്നെ അതിലേക്ക് മസാലകളൊക്കെ ചേർത്തു. അങ്ങനെ കുറേ സമയം ഇതിങ്ങനെ ഇളക്കിയെടുത്തു കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ആവുമ്പോൾ നല്ല ടേസ്റ്റിൽ ഇങ്ങോട്ട് വറുത്ത് വരും കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.